ചെറിയാൻ ഈ എമിഗ്രേഷൻ കസ്റ്റഡിയിലുള്ള വെനസ്വേലൻ പൗരന്മാരെ നാടുകടത്തുന്നത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഇപ്പോൾ സുപ്രീം കോടതി അത് ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ തടഞ്ഞുകൊണ്ട് ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. മറ്റൊന്ന്, വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. ട്രംപ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് 100-ലധികം വിദ്യാർത്ഥികളാണ്. അപ്പോൾ ട്രംപിന്റെ ഓരോ നടപടികൾക്കെതിരെയും നിയമ പോരാട്ടവും അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ചില കേസുകളിലൊക്കെ ഈ ഹർജിക്കാർക്ക് അനുകൂലമായ നിലപാടുകളും ഉണ്ടാകുന്നുണ്ട്. ഇതിനെ ചലഞ്ച് ചെയ്യുക എന്നതാണോ വിദ്യാർത്ഥി സമൂഹം, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നേരിടുന്ന ഈ പ്രശ്നങ്ങളെ അങ്ങനെ ചലഞ്ച് ചെയ്യാനുള്ള നീക്കങ്ങളോ അങ്ങനെയുള്ള ആലോചനകളോ ഉണ്ടോ? സാധ്യതകളോ? ചലഞ്ച് ചെയ്യാനുള്ള നീക്കങ്ങൾ ഉണ്ട് എന്നാണ് പല യൂണിവേഴ്സിറ്റികളിലും അവിടുത്തെ കുട്ടികളെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പം ആദ്യത്തെ ആള് പറഞ്ഞ പോലെ ഷോപ്പ് ലിഫ്റ്റിംഗ് മാത്രമല്ല, ഈവൻ ട്രാഫിക്കിന് ആക്ച്വലി പേ ചെയ്യാത്തവരെ വരെയും ആക്ച്വലി ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട്, അതായത് ബേസിക്കലി ഓവർ സ്പീഡിങ്ങിന് ഫൈൻ കൊടുത്തത് ഫൈൻ അടയ്ക്കാൻ മറന്നു പോയവരെ വരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥിതി വിശേഷങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സോ ഈവൻ ദ യൂണിവേഴ്സിറ്റി ആക്ച്വലി അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആക്ച്വലി ദ കീപ്പ് എ ലോയർ ആൻഡ് ഇമിഗ്രേഷൻ അറ്റോർണീസിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആക്ച്വലി ഇതിനെപ്പറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈവൻ ലീഗൽ ഇഷ്യൂസ് ആക്ച്വലി പല സ്റ്റേറ്റുകളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ റെഡ് സ്റ്റേറ്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ബ്ലൂ സ്റ്റേറ്റ് ആണെങ്കിലും പല സ്റ്റേറ്റുകളിലും ഇങ്ങനത്തെ നടപടികൾ ആക്ച്വലി ഓൺ ദ ജുഡീഷ്യൽ സൈഡിൽ, ലോ സൈഡിൽ ആക്ച്വലി പല കാര്യങ്ങളും അതിനൊപ്പം തന്നെ നടക്കുന്നുമുണ്ട്. ഈവൻ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആക്ച്വലി വിസ റിവോക്ക് ചെയ്ത സ്റ്റുഡൻസിനോട്, പല സ്റ്റുഡൻസിനോടും പല യൂണിവേഴ്സിറ്റികളും ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കോഴ്സ് കംപ്ലീഷൻ ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ, മുന്നോട്ട് പോകുന്ന രീതിയിൽ അവർക്ക് വേണ്ടി ഇന്ന യൂണിവേഴ്സിറ്റി അറ്റ്മോസ്ഫിയറിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന നടപടികളെല്ലാം ചെയ്യുമെന്ന രീതിയിലാണ് പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ ഡീപ്പോർട്ട് ചെയ്ത സ്റ്റുഡൻസിനെയും വിസ റിവോക്ക് ചെയ്ത സ്റ്റുഡൻസിനെയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആൻഡ് റിഗാർഡിങ് സ്റ്റുഡൻറ് വിസ റിവോക്കേഷൻ, ഈ പ്രൊവൈഡിങ് ഫാൾസ് ഇൻഫർമേഷൻ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ഇഷ്യൂസും വരുന്നത്. അപ്പോൾ അതിനെയെല്ലാം ചലഞ്ച് ചെയ്യുന്നത് ആക്ച്വലി ഇപ്പോഴത്തെ ഇവിടെ ജുഡീഷ്യറി ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആണ്. സോ അതിന്റെ നടപടികൾ ഇപ്പോഴും കാര്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇതിപ്പോൾ ആനന്ദ്, ഹാർഡ്വാർഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ബറാക് ഒബാമ ഉൾപ്പെടെയുള്ളവർ അതിനെ, ഹാർഡ്വാർഡിന്റെ ചെറുത്തുനിൽപ്പിനെ അഭിനന്ദിച്ച് രംഗത്ത് വരുന്നുണ്ട്. അൺലോഫുൾ ആണ് ട്രംപിന്റെ നീക്കങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഈ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ടോ? നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തിന് അവരിപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധിക്കും പ്രശ്നങ്ങൾക്കും എവിടെ നിന്നെങ്കിലും സഹായങ്ങൾ ലഭിക്കുന്നുണ്ടോ? അത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും സംഘടനകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇതിനെയൊക്കെ എതിർക്കുന്ന, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന സംഘടനകളും ഒക്കെയുള്ള രാഷ്ട്രമാണല്ലോ. അങ്ങനെയുള്ള പിന്തുണകൾ ലഭിക്കുന്നുണ്ടോ വിദ്യാർത്ഥി സമൂഹത്തിന്? പല യൂണിവേഴ്സിറ്റികളിലും ഇതുപോലെയുള്ള ലീഗൽ ഇത് നോക്കാൻ വേണ്ടി തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അവർ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ കാര്യങ്ങളെ അവർ കുറച്ചുകൂടെ സ്റ്റാൻഡ് ബൈ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആക്ച്വലി പല ആളുകളും പല സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പേഴ്സണലി സൈക്കോളജിക്കലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതുപോലെ ഇതുപോലെയുള്ള ലോ ഫുൾ ഇഷ്യൂസ് വരുന്ന കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതികൾ, അങ്ങനത്തെ പല പരിപാടികളും നടക്കുന്നുണ്ട്. ഒബ്വിയസ്ലി സ്റ്റേറ്റ്, ഇപ്പോൾ ഞാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർജീനിയ സ്റ്റേറ്റ് ആണ്. സോ അവിടെയുള്ള ആക്ച്വലി ലീഗൽ കോംപ്ലിക്കേഷൻസ് എല്ലാം യൂണിവേഴ്സിറ്റികൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെടാൻ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് എന്ന രീതിയിൽ ആക്ച്വലി ഒരു ഇപ്പോൾ സയൻസ് ആണെങ്കിൽ സയൻസിന് വേണ്ടി, അതായത് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസിന് വേണ്ടിയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ആക്ച്വലി അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് പല യൂണിവേഴ്സിറ്റികളിലും. സോ കുട്ടികളെ ബേസിക്കലി പാനിക് ആക്കാതെ നോക്കാൻ പല യൂണിവേഴ്സിറ്റികളും ശ്രമിക്കുന്നുണ്ട്. ഈവൻ റിപ്പബ്ലിക്കൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന, ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈവൻ ഡെമോക്രാറ്റ്സ് ഒബ്വിയസ്ലി ലൈക്ക് ദേ ആർ ആക്ച്വലി പ്രൊട്ടസ്റ്റിംഗ് അഗെയിൻസ്റ്റ് ഇറ്റ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു ഇതിലല്ല നിൽക്കുന്നത്. ആസ് ഏർലിയർ മെൻഷൻ, അവർക്കൊരു പാനിക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒബ്വിയസ്ലി ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതാണ് ഈ ബേസിക്കലി ഞാൻ ആദ്യം പറഞ്ഞത്, ബേസിക്കലി പവർ റിലേഷൻസ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് എങ്ങനെ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റീസ് എല്ലാം കൈയാളാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് ഒരു പാർട്ടി പോകുമ്പോൾ ആക്ച്വലി ഇങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്.